നൂറ്റാണ്ടുകൾക്കകത്ത് ഒരുവന് പ്രവചിക്കാതിരുന്നു, ഒരുത്തരും അന്യഭാഷ പറയാതിരുന്നു, ആരും ആത്മാവിന് വില കൊടുക്കാതിരുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും ഗ്രഹിക്കാതെ അന്വേഷിക്കാതെ ഇരുന്നതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആര് എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെടും, ആര് എന്നെ ഉള്ളത്തിൽ അനുവദിക്കും. നൂറ്റാണ്ടുകൾ ഇങ്ങനെയൊക്കെ മൗനമായിരുന്നെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്ന നിമിഷങ്ങളിൽ അതിനെ അനുവദിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. അതിന് പറ്റുന്നൊരു വചനം ബൈബിളിനകത്ത് കിടപ്പുണ്ട്. ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. കമോൺ, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അത് അത് വെട്ടിയാൽ വീണ്ടും കിളർക്കും. എങ്ങനെയാണ്? വെള്ളം വേണമെന്നൊന്നുമില്ല, വെള്ളത്തിൻ്റെ ഗന്ധം മതി. ദൈവവചനം ഇങ്ങനെ അടിച്ചാൽ മതി, ഗന്ധം അടിച്ചാൽ മതി, അല്ലേ? ആത്മനദി ഉണ്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. ഉള്ളത്തിൽ നിന്ന് ആത്മനദികൾ ഒഴുകുവാനിടയായി.